ഗസയിൽ വെടിനിർത്തൽ അവസാനിച്ചതോടെ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കാലാവധി കഴിഞ്ഞതിനു പിന്നാലെയാണ് ഇസ്രായേൽ ഗസയിൽ ആക്രമണം ശക്തമാക്കിയത്. പിന്നാലെ ഇസ്രായേലിനെ ആക്രമിച്ച് യമനിലെ ഹൂതികൾ രംഗത്ത് വന്നു. അതിനിടെ ഹമാസും ആക്രമണം തുടങ്ങി. ഇസ്രായേലിനെ ലക്ഷ്യമിട്ടാണ് ഹമാസ് ആക്രമണം നടത്തിയത്. യമനിൽ ഹൂതി കേന്ദ്രങ്ങളിൽ യുഎസും ആക്രമണം നടത്തിയതോടെ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങി. ചെങ്കടലിലെ യുഎസ് യുദ്ധക്കപ്പലിനെ ലക്ഷ്യമിട്ടും ഹൂതികൾ ആക്രമണം നടത്തി. ഇപ്പോഴിതാ ലെബനനിലെ ഹിസ്ബുള്ളയും ആക്രമണം തുടങ്ങിയിരിക്കുന്നു. മാർച്ച് 22-ന് പുലർച്ചെ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ലെബനനിൽ നിന്ന് 5 റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. ഇസ്രായേലിന്റെ അതിർത്തി നഗരമായ മെറ്റുലയെ ലക്ഷ്യമിട്ടെത്തിയ റോക്കറ്റുകളിൽ 3 വെടിവെച്ചിട്ടതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. 2 റോക്കറ്റുകൾ ലെബനനിൽ തന്നെ പതിച്ചതായും ഇസ്രായേൽ അറിയിച്ചു. 2024-ന് ശേഷം ആദ്യമായാണ് ലെബനനിലെ ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചത്. ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ ശക്തി ക്ഷയിച്ചതായി വാർത്തകൾ വന്നിരുന്നു. ഹിസ്ബുള്ള വീണ്ടും ആക്രമണം തുടങ്ങിയതോടെ ഒരേ സമയം 3 സായുധ ഗ്രൂപ്പുകൾ ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗസയിൽ ശക്തമായ ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണ്. വ്യോമാക്രമണത്തിന് പിന്നാലെ വ്യാഴാഴ്ച കരയാക്രമണവും ഇസ്രായേൽ തുടങ്ങി. ഗസയിലെ പ്രദേശങ്ങളും ഇസ്രായേൽ കീഴടക്കി മുന്നേറുന്നു. അതിനിടെയാണ് ഹമാസും തിരിച്ചടിച്ചു തുടങ്ങിയത്. മധ്യ ഇസ്രായേലിലാണ് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയത്. M90 റോക്കറ്റുകൾ ഉപയോഗിച്ച് ടെലവിവിൽ ബോംബാക്രമണം നടത്തിയതായി ഹമാസ് അവകാശപ്പെട്ടു. ആക്രമണം ഇസ്രായേലും സ്ഥിരീകരിച്ചു. ഗസ മുനമ്പിൽ നിന്ന് 3 റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു. 1 റോക്കറ്റിനെ പ്രതിരോധിച്ചതായും 2 റോക്കറ്റുകൾ തുറസായ മേഖലയിൽ പതിച്ചതായും IDF അറിയിച്ചു. ഗസയിൽ നിന്ന് റോക്കറ്റുകൾ പായിച്ചതിന് പിന്നാലെ മധ്യ ഇസ്രായേൽ സൈറൻ മുഴങ്ങി. ഇസ്രായേൽ തലസ്ഥാനമായ ടെലവിവിലും നിരവധി മറ്റു പ്രാന്തപ്രദേശങ്ങളിലും സൈറനുകൾ മുഴങ്ങിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സൈറനുകൾ മുഴങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി സുരക്ഷിത സ്ഥാനത്തേക്ക് കുതിച്ചു. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി തുടർച്ചയായി അതിശക്തമായ ആക്രമണം ഹൂതികൾ നടത്തി വരുന്നു. ഇസ്രായേൽ തലസ്ഥാനമായ ടെലവിവിലെ ബെൻ ഗുരിയോൺ എയർപോർട്ടിനെ ലക്ഷ്യമിട്ടും ഹൂതികൾ ആക്രമണം നടത്തി. വ്യാഴാഴ്ച രാവിലെയാണ് എയർപോർട്ട് ആക്രമിച്ചത്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് എയർപോർട്ട് ആക്രമിച്ചതെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. ആക്രമണം വിജയകരമായിരുന്നുവെന്നും ഹൂതി സൈനിക വക്താവ് യഹിയ സാരി പ്രസ്താവനയിൽ അറിയിച്ചു. ഗസയിൽ വൻ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പിന്നാലെ ഗസയുടെ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കുന്നതായി ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ടാർഗറ്റഡ് ഗ്രൗണ്ട് ഓപ്പറേഷൻ എന്നാണ് ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര്. ഗസയുടെ പ്രദേശങ്ങൾ ഓരോന്നായി പിടിച്ചെടുക്കുമെന്നാണ് ഇസ്രായേൽ സൈന്യമായ IDF വ്യക്തമാക്കിയത്. വ്യോമാക്രമണം നടത്തിയതിന്റെ അടുത്ത ദിവസമായിരുന്നു ടാർഗറ്റഡ് ഗ്രൗണ്ട് ഓപ്പറേഷൻ IDF ആരംഭിച്ചത്. ഹമാസ് തടവിലാക്കിയ ബന്ദികളെ മുഴുവൻ വിട്ടയക്കും വരെ യാതൊരുവിധ ചർച്ചയ്ക്കും ഇല്ലെന്നും ഗാസ ആക്രമണം തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കി. ഗസയെ വിഭജിക്കുന്ന നെറ്റ്സാരിം ഇടനാഴിയുടെ ഒരു ഭാഗം മുഴുവൻ ഇസ്രായേൽ സൈന്യം തിരിച്ചുപിടിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രായേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുകയും പ്രദേശത്തിന്റെ നിയന്ത്രണം ഉപേക്ഷിക്കുകയും ചെയ്യുന്നതുവരെ ആക്രമണങ്ങൾ ഇനിയും കൂടുതൽ ശക്തമാക്കുമെന്നാണ് ഇസ്രായേൽ ഹമാസിന് നൽകിയ മുന്നറിയിപ്പ്. ജനുവരിയിൽ ആരംഭിച്ച വെടിനിർത്തൽ പ്രകാരം ഇസ്രായേൽ സൈന്യം പിന്മാറിയിരുന്ന വടക്കൻ ഗസയിലെയും തെക്കൻ ഗസയെയും വേർതിരിക്കുന്ന നറ്റ്സാരിം ഇടനാഴിയുടെ ഭാഗമാണ് സൈന്യം ഇപ്പോൾ തിരിച്ചുപിടിച്ചത്. തെക്കൻ ഗസയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ച ഇസ്രായേലിന്റെ നടപടി ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് മടങ്ങുമോ എന്നാണ് ലോകം ഭയക്കുന്നത്.